ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന, എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു സബോള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉരുളക്കിഴങ്ങും ഒരു പകുതി ക്യാരറ്റും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ കഴുകിയെടുത്തിട്ട് ഗ്രേറ്ററിന്റെ ചെറിയ ഹോളിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ പലഹാരത്തിന് പ്രത്യേകമായിട്ട് കാണാനൊരു ഭംഗിയും നല്ല ടേസ്റ്റൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമ്മൾ ചിരകിയെടുത്തതിന് ശേഷം അതൊന്ന് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മല്ലിയില. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കൈവച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പകുതി ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലൊന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിലകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. ചീസ് ഇഷ്ടമുള്ളവർക്ക് ചീസ് വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കാം, അല്ലാത്തവർക്ക് അതില്ലാതെ ചെയ്തെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇതിനെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം. ആദ്യം ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ബോൾസാക്കിയതിന് ശേഷം പിന്നെ കൈയുടെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിലേക്ക് ഒരു കുഴിയാക്കി കൊടുത്തതിന് ശേഷം ഒരു പീസ് ചീസ് വെച്ച് കൊടുക്കുക. ഇനി ആ ഒരു ചീസ് ഉള്ളിലാവത്തക്ക രീതിയിൽ നല്ല പോലെ ഇതൊന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വീണ്ടും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പരന്ന പാൻ എടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്ത ശേഷം അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മുങ്ങി ഫ്രൈ ആവുന്ന രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടി അതിൻ്റെ ഷേപ്പൊക്കെ വിട്ടുപോകും. ഇതുപോലെ നമ്മളൊരു പരന്ന പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് ഓരോ പീസ് ചീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഇത് ആദ്യം തന്നെ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എങ്കിലേ ആ ഒരു കറക്റ്റ് പരുവത്തിൽ ഇത് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ ഭയങ്കര സിമ്പിളുമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.